ഹായ് ഗുഡ് മോർണിംഗ്. കാലത്ത് തന്നെ ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു പഴയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പാലപ്പാണ് ഉണ്ടാക്കുന്നത്. അരി അരച്ച് വെച്ചതെല്ലാം പൊളിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ എന്താ മൊബൈൽ സ്റ്റാൻഡും റെഡി ആയിട്ടുണ്ട്. കാലത്ത് തന്നെ ചായക്കുള്ള വെള്ളം വെച്ചു, കട്ടൻ ചായക്ക്. അപ്പോൾ കുറച്ച് ചെറുപയർ തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. ചോറിന് വേണ്ടി കുറച്ച് പച്ചപ്പയർ മെഴുക്ക് പുരട്ടിയും ഉണ്ടാക്കാമെന്ന് വെച്ചു. എല്ലാം തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചതുകൊണ്ട് ജോലി അങ്ങ് എളുപ്പമായി. ചായയൊക്കെ ഇട്ട് കുടിച്ചു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ തലേന്ന് തന്നെ എല്ലാം ചിരകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്നത്തേക്കും ചേട്ടൻ എഴുന്നേറ്റ് വന്നു. ചേട്ടന് വേണ്ടി ചായയൊക്കെ കൊടുത്തു. ചേട്ടൻ എന്തോ ആലോചിച്ചിരുന്ന് ചായ കുടിക്കുക. അപ്പം ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അങ്ങ് ഞെട്ടിപ്പോയി. പിന്നെ ഒരു ഹായ് ഒക്കെ തന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് തേങ്ങാ ചട്നിയാണ്. അപ്പോൾ പാലപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങാ ചട്നിയും ചെറുപയർ തോരനും അതുപോലെ തന്നെ മുട്ട ഓംലെറ്റും. രാത്രി ഒരു 11:30 കഴിയുമ്പോൾ തൊടുപുഴ വഴി വന്നു കഴിഞ്ഞാൽ നല്ലൊരു തട്ടുകടയുണ്ട്. അവിടെ നിന്ന് കിട്ടിയ ഒരു കോമ്പിനേഷനാണ് എനിക്കിത്. ആ ഒരു ഓർമ്മയ്ക്കാണ് ഞാനിതൊന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചത്. ചേട്ടനപ്പോൾ ബാസ്കി മോനെയും കൊണ്ട് 1-നും 2-നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആൺസൂട്ടൻ എഴുന്നേറ്റ് വന്നു. ആൺസൂട്ടിന് പൊക്കമൊക്കെ വെച്ചു അല്ലേ. എൻ്റെ ഒപ്പം തന്നെ പൊക്കമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കോളേജിൽ പോയി. കോളേജിൽ എത്തിക്കഴിഞ്ഞാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അപ്പോൾ പാലപ്പവും ചെറുപയർ തോരനും മുട്ട ഓംലെറ്റും ചട്നിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എനിക്കത് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ.